നമുക്ക് 21-ാം ശ്ലോകത്തിലേക്ക് കടക്കാം. ഈ ശ്ലോകത്തിൽ ഈ പുരാണത്തിലെ ഒന്നാമത്തെ ഖണ്ഡമായ ബ്രഹ്മഖണ്ഡത്തിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് എന്ന് സൂതൻ ചുരുക്കത്തിൽ വിവരിക്കുന്നു. 21-ാം ശ്ലോകം ബ്രഹ്മഖണ്ഡ വിവരണം. ബ്രഹ്മഖണ്ഡത്തിലെ പ്രധാന പ്രതിപാദ്യ വിഷയങ്ങളെക്കുറിച്ചാണ് ഈ ശ്ലോകം പറയുന്നത്. നമുക്ക് ശ്ലോകത്തിലേക്ക് കടക്കാം. ബ്രഹ്മഖണ്ഡേ ജഗദിദാ സൃഷ്ടിർബ്രഹ്മണ ഏവ ച പ്രപഞ്ചസ്യ ച വൃത്താന്തം സാവധാനാഃ ശൃണോതു മേ. പദാനുപദ അർത്ഥം. ബ്രഹ്മഖണ്ഡേ ബ്രഹ്മഖണ്ഡത്തിൽ, കഥിത പറയപ്പെട്ടിരിക്കുന്നു അഥവാ വിവരിക്കപ്പെട്ടിരിക്കുന്നു, സൃഷ്ടിഹി സൃഷ്ടി ക്രിയേഷൻ, ബ്രഹ്മണഃ ബ്രഹ്മാവിൻ്റേതായ, ഏവ തന്നെ, പ്രപഞ്ചസ്യ പ്രപഞ്ചത്തിൻ്റെ യൂണിവേഴ്സ്, വൃത്താന്തം ചരിത്രം അഥവാ വിവരണം, സാവധാനാഃ ശ്രദ്ധയുള്ളവരായി ഏകാഗ്രതയോടെ, ശൃണോത കേൾക്കുവിൻ, മേ എന്നിൽ നിന്ന്. ഈ ശ്ലോകത്തിൻ്റെ സാരാംശം: ബ്രഹ്മഖണ്ഡത്തിൽ ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയെക്കുറിച്ചും ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചുമുള്ള വിവരണങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. അത് ഞാൻ വിവരിക്കാം, നിങ്ങൾ ഏകാഗ്രതയോടെ ശ്രവിച്ചാലും. ഗഹനമായ വിശദീകരണവും തത്വചിന്തയും. ഈ ശ്ലോകം നമ്മുടെ പഠനത്തിൻ്റെ ദിശ നിശ്ചയിക്കുന്നു. സൃഷ്ടിയുടെ രഹസ്യം. ഈ പ്രപഞ്ചം എങ്ങനെയുണ്ടായി? നാം എവിടെ നിന്നു വന്നു? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ബ്രഹ്മഖണ്ഡം നൽകുന്നത്. ബ്രഹ്മാവിനെ സൃഷ്ടിയുടെ പ്രതീകമായി ഇവിടെ കാണുന്നു. പ്രപഞ്ച വൃത്താന്തം. കേവലം മിത്തുകളല്ല, മറിച്ച് പ്രപഞ്ചത്തിൻ്റെ വികാസ പരിണാമങ്ങളെ, കോസ്മിക് ഇവല്യൂഷനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇവിടെയുള്ളത്. സാവധാനത. ജ്ഞാനം സ്വീകരിക്കുമ്പോൾ വേണ്ട ഏറ്റവും വലിയ ഗുണം സാവധാനത, മൈൻഡ്ഫുൾനെസ് ആണ്. ബാഹ്യമായ ഒച്ചപ്പാടുകളിൽ നിന്ന് മനസ്സിനെ മാറ്റി നിർത്തിയാൽ മാത്രമേ ഗഹനമായ പുരാണ തത്വങ്ങൾ ഉള്ളിലേക്ക് ഇറങ്ങുകയുള്ളൂ. ഗുരുനാഥൻ്റെ ഉപദേശം. വത്സ, ബ്രഹ്മഖണ്ഡം എന്നത് പ്രപഞ്ചത്തിൻ്റെ ഭൂപടമാണ്, മാപ്പ്. ഇത് പഠിക്കുന്നതിലൂടെ നമ്മുടെ സ്ഥാനം ഈ പ്രപഞ്ചത്തിൽ എവിടെയാണെന്ന് നാം തിരിച്ചറിയുന്നു. ഒരു യാത്രികൻ തൻ്റെ വഴി മനസ്സിലാക്കുന്നത് പോലെ ഈ അറിവ് നിന്റെ ജീവിതയാത്രയെ സുഗമമാക്കും. നാം ഇന്ന് 21 ശ്ലോകങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി. 1-ാം അധ്യായത്തിലെ ആമുഖ ഭാഗങ്ങൾ ഇവിടെ ഏകദേശം അവസാനിക്കുന്നു. ഇനി അടുത്ത ശ്ലോകങ്ങളിൽ പ്രപഞ്ചത്തിൻ്റെ സൂക്ഷ്മമായ വിഭജനങ്ങളെക്കുറിച്ച് സൂതൻ കൂടുതൽ ആഴത്തിൽ സംസാരിക്കും. പരമാത്മാവായ കൃഷ്ണൻ്റെ ലീലകളും പ്രപഞ്ച സൃഷ്ടിയുടെ രഹസ്യങ്ങളും ഈ പുരാണത്തിലൂടെ നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ അറിയാം. ഇന്നത്തെ ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും പങ്കുവയ്ക്കുക. അടുത്ത ശ്ലോകങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.